നമസ്കാരം, എൻ്റെ പേര് അനന്തൻ. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ഹീറ്റ് സ്ട്രോക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന, ഔട്ട്ഡോറിൽ വർക്ക് ചെയ്യുന്ന, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന തൊഴിലാളികളും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ജൂൺ തൊട്ട് സെപ്റ്റംബർ മാസത്തിലുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. എന്താണ് ഹീറ്റ് സ്ട്രോക്ക്? ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീര താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ മുകളിലാകുകയും നമ്മുടെ ശരീരം അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതെങ്ങനെ ഉണ്ടാകുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാസങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു 12 മണി മുതൽ 4 മണി വരെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ സൂര്യതാപം ഡയറക്റ്റായിട്ട് സ്കിന്നിലേക്ക് ഈ കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്തു, ഹീറ്റ് സ്ട്രോക്ക്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിഭയങ്കരമായിട്ടുള്ള തലവേദന, തലകറക്കം, ക്ഷീണം, ഹൃദയമിടിപ്പ് കൂടുക, ടെമ്പറേച്ചർ അതായത് ബോഡി ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസിൽ മുകളിലാകുകയും വിത്തൗട്ട് സ്വെറ്റ് ചെയ്യാത്തൊരവസ്ഥ, ദേഹത്ത് റെഡ് സ്പോട്ടുകൾ ഉണ്ടാകുക, ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. ഇത് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾ ഡെയിലി ഒരു 3 തൊട്ട് 4 ലിറ്റർ വെള്ളം വരെ ഡെയിലി കുടിക്കാവുന്നതാണ്. അതുകൂടാതെ ഇടുന്ന ഡ്രസ്സുകൾ വായു സഞ്ചാരം ഉണ്ടാകുന്ന ഡ്രസ്സുകളാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് കൂടുതൽ ടൈറ്റുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാതിരിക്കുക. കൂടുതൽ പഴവർഗ്ഗങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ്, ORS ലൈനി, പിന്നെ ലെമൺ ജ്യൂസ്, സംഭാരം, ഇതുപോലത്തുള്ള ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾക്ക് കൈ കരുതാവുന്നതാണ്. ഇടവേളകളിൽ നിങ്ങൾക്ക് അത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നത് കൂടാതെ ഇടയ്ക്ക് ഒരു റെസ്റ്റിംഗ് ടൈം, കുറച്ചൊരു റെസ്റ്റിംഗ് ടൈം വെച്ച് അത് തണുപ്പുള്ള ഏതെങ്കിലും റൂമുകളിലോ ഫാനുള്ള ഏതെങ്കിലും റൂമുകളിലോ കുറച്ച് ടൈം റെസ്റ്റ് എടുക്കേണ്ടതാണ്. ഇങ്ങനൊരു കണ്ടീഷൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ കണ്ട് നിങ്ങൾക്ക് സംശയം തോന്നുവാണ് ഈ ആൾക്ക് ഹീറ്റ് സ്ട്രോക്ക് കണ്ടീഷനാണ്